മലയാളികൾ പൊതുവെ ഗ്യാസിന്റെ രോഗം എന്ന് പലരും പറയും. പലരുടെ ഗ്യാസും പലതാണ്. ചിലർ പറഞ്ഞ നെഞ്ചത്തെ ഗ്യാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർട്ടിന്റെ തീവ്രമായ പ്രശ്നമായിരിക്കും. മദ്യം എന്ന് പറയുന്ന ഒരു വസ്തു ശരീരത്തിലോട്ട് കടക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്താണ്? ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും 10 ഗ്രാം വീതം മദ്യം ശരീരം എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മദ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സേഫ് ഇൻടേക്ക് എമൗണ്ട് ഉണ്ടോ? പല രോഗങ്ങളെ സംബന്ധിച്ച് എടുക്കുമ്പോഴും മദ്യത്തിന്റെ അളവ് വ്യത്യസ്തമായ രീതിയിലാണ് സേഫ്. പലർക്കും ഉള്ളൊരു കോമൺ ധാരണയാണ് ബിയർ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെ വൈൻ കുടിക്കുന്നതിൽ കുഴപ്പമില്ല. അലുവ പോലെ ഇരിക്കുന്ന കരൾ കട്ടിയായി കല്ലുപോലാകുന്ന അവസ്ഥേനെയാണ് സിറോസിസ് എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാളൊരു പാർട്ടി ഒക്കെ കൊടുത്ത് ഇച്ചിരി ഹെവി ആയിട്ട് മദ്യപിച്ചു. അന്ന് വൈകുന്നേരം അയാൾക്കൊരു വയറുവേദന വരുന്നു. 4-5 മാസത്തിന് ശേഷമാണ് അയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. ഏകദേശം 80% ട്രാൻസ്പ്ലാന്റേഷന്റെ ഡോണേഴ്സും സ്ത്രീകളാണ്. പുരുഷൻ മദ്യപിക്കുന്നു, സ്ത്രീക്ക് കരളിന് കൊടുക്കേണ്ടി വരുന്നു. വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് മദ്യപാനം നിർത്തി കഴിയുമ്പോഴുണ്ടാകുന്നത്. മദ്യപാനം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രോഗത്തിന്റെയും ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് സ്റ്റോപ്പ് ആൽക്കഹോൾ എന്നുള്ളതാണ്. വയറുവേദനയും ഗ്യാസ് ട്രബിളും മാത്രമാണോ ഗ്യാസ്ട്രോഎൻട്രോളജി? ഗ്യാസ് എന്ന് നമ്മൾ ലളിതമാക്കുന്ന പല പ്രശ്നങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത് സാരമായ രോഗങ്ങളാകാം. സോഷ്യൽ ഡ്രിങ്കിംഗ് എന്ന ചെല്ലപ്പേരിൽ ഒളിഞ്ഞിരിക്കുന്നത് മദ്യാസക്തിയാകാം. നമുക്കറിയാത്തത് പകർന്നു തരാനാകുന്ന ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി വിദഗ്ധൻ. 15 വർഷത്തിലധികമുള്ള അനുഭവ സമ്പത്തുള്ള എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ടിൽ കാനഡ മോൺട്രിയൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിശീലനം നേടിയ തിരുവനന്തപുരം SP മെഡിഫോർട്ടിലെ കൺസൾട്ടന്റ് ഡോക്ടർ നിബിൻ നഹാസ്. ഡോക്ടർ ഒരു ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് പൊതുവെയുള്ള ധാരണ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വയറിൻ്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ കരളിൻ്റെ അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതിന് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ ഓർഗൻസും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. വാ മുതൽ മലദ്വാരം വരെയുള്ള എല്ലാ ഓർഗൻസും ഇൻവോൾവ് ആണ്. വാ പൊതുവെ ENT കാരുടെയും ഡെന്റലുകാരുടെയും കൂടെ ആണെങ്കിലും അന്നനാളം, അതായത് ഫുഡ് പൈപ്പ്, അതിനകത്ത് വരാവുന്ന രോഗങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള GERD അല്ലെങ്കിൽ പുളിച്ചതകട്ടലിന്റെ രോഗം, സ്റ്റൊമക്ക്, ആമാശയത്തിൽ വരുന്ന അൾസർ, ആമാശയത്തിന്റെ ക്യാൻസർ മുതലായ പല രോഗങ്ങൾ. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൽ വരുന്ന പലതരം ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള മാൽ അബ്സോർപ്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അബ്സോർപ്ഷന്റെ പ്രശ്നങ്ങൾ വരുന്ന രോഗങ്ങൾ. പിന്നെ വൻകുടലിൽ വരുന്ന ഒരുപാട് രോഗങ്ങൾ. വൻകുടൽ എന്ന് പറയുമ്പോൾ വൻകുടലിലെ ക്യാൻസറുകളും മറ്റു കാര്യങ്ങളും വളരെ, അതുപോലെ വൻകുടലിന്റെ ചില രോഗങ്ങൾ, ക്രോൺസ് ഡിസീസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അതുപോലെ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ പല രോഗങ്ങളുടെ ഒരു കോമ്പോസിറ്റ് ട്രീറ്റ്മെന്റിന്റെ മൊഡാലിറ്റീസ് ഉൾക്കൊള്ളുന്നതാണ് ഗ്യാസ്ട്രോൻട്രോളജിയുടെ കൂടെ തന്നെ ഉള്ള ഒന്നാണ് ഹെപ്പറ്റോളജി, അതായത് ലിവർ, ഗോൾ ബ്ലാഡർ. ഇപ്പം ലിവർ സിറോസിസ്, ലിവറിലെ ഫാറ്റി ലിവർ, മറ്റു രോഗങ്ങൾ, ഗോൾ ബ്ലാഡറിലെ കല്ലുകൾ, അതിൻ്റെയൊക്കെ ട്യൂമറുകൾ, അത്തരം രോഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പാൻക്രിയാസ് ആഗ്നേയഗ്രന്ഥിയുടെ ഡയബറ്റീസ് പോലത്തെ രോഗങ്ങൾ, അതായത് അത് എൻഡോക്രൈനോളജിസ്റ്റ് ആണ് ട്രീറ്റ് ചെയ്യുക. അതല്ലാതെ ഇതിൻ്റെ ആഗ്നേയഗ്രന്ഥിയിൽ കല്ലുകൾ വരിക, ആഗ്നേയഗ്രന്ഥിയിൽ ട്യൂമറുകൾ വരിക, ഇത്തരം രോഗങ്ങളെല്ലാം ഗ്യാസ്ട്രോൻട്രോളജി, ഹെപ്പറ്റോളജി വിഭാഗത്തിലാണ് ചികിത്സ എടുക്കുക. മലയാളികൾ പൊതുവെ പണ്ട് മുതൽക്കേ അസുഖങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എന്ത് അസുഖം വന്നാലും ഒരു വായുകോപമാണ് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളതിനെ ഗ്യാസ് ട്രബിൾ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കാണാറുണ്ട് പല അസുഖങ്ങളും. അപ്പം ഇങ്ങനെ ഒരു ജനറലൈസേഷൻ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടോ? ദോഷമുണ്ട്. കാരണം ഇത് ഓരോ മലയാളികൾ പൊതുവെ ഗ്യാസിന്റെ രോഗം എന്ന് പലരും പറയും. പലരുടെ ഗ്യാസും പലതാണ്. ചിലർക്ക് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് പെരുകിയിരിക്കുക, ഗ്യാസ് ഉള്ളിലിരിക്കുക, ബ്ലോട്ടിങ് എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. ചിലരുടെ ഗ്യാസ് എന്ന് പറയുന്നത് അസിഡിറ്റി, എരിച്ചിൽ പുകച്ചിലിനെയാണ്. ചിലർ നെഞ്ചരിച്ചിലിനെ ഗ്യാസ് എന്ന് പറയും. നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഈ പ്രശ്നം പലപ്പോഴും ഹാർട്ടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റവും ആയിരിക്കാം. ചിലപ്പോൾ ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹാർട്ടിന്റെ പ്രശ്നത്തിന് പലപ്പോഴും സിംറ്റം നെഞ്ചിലെ വേദന അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലത്തെ സിംറ്റം ആയിരിക്കും. അപ്പം നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ അടുത്ത് തന്നെ എനിക്ക് ഒരു ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചത്തൊരു ഗ്യാസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഗ്യാസിന്റെ പ്രശ്നം ആയിരിക്കണം എന്നില്ല. അത് ഒരു പക്ഷേ ചിലപ്പോൾ അത് ഹാർട്ടിന്റെയോ സീരിയസ് ആയിട്ടുള്ള രോഗമായിരുന്നിരിക്കാം. അപ്പം അതുകൊണ്ട് പൊതുവേ നമ്മുടെ ഈ ഒരു ടെർമിനോളജിയുടെ തന്നെ പ്രശ്നമാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുകുടലിലൊക്കെ അനാവശ്യ എയർ ഉണ്ടാവുന്ന പ്രക്രിയയാണ്. അത് വളരെ ലഘുവായ പ്രശ്നമാണ്. എന്നാൽ ചിലർ പറഞ്ഞ നെഞ്ചത്തെ ഗ്യാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർട്ടിന്റെ തീവ്രമായ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ, ഒരു അവബോധം ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടറെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ
ഒരു ഭാഗം ആളുകൾ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പേരിൽ വരുന്ന ആൾക്കാരാണ്. മദ്യം എന്ന് പറയുന്ന ഒരു വസ്തു ശരീരത്തിലോട്ട് കടക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്താണ്? നമുക്കറിയാം പലതരം മദ്യങ്ങളുണ്ട്. ഈ മദ്യം ഏത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എത്തനോൾ അല്ലെങ്കിൽ C2H5OH എന്ന് പറയുന്ന സാധനം ആമാശയത്തിൽ കടന്ന് ആമാശയത്തിൽ നിന്നും ചെറുകുടലിൽ നിന്നും അബ്സോർപ്ഷൻ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കയറുന്നു. ഈ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലും നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ്. ഇത് അബ്സോർബ് ചെയ്ത് രക്തത്തിലോട്ട് വന്നു. ഈ മദ്യം എന്ന് പറയുന്ന ഒരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. വാട്ടർ സോലുബിളായ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, അതായത് ബ്ലഡിലൂടെ ബ്രെയിനിലേക്ക് എത്താൻ കഴിയുന്നു. മദ്യത്തിനുണ്ടാകുന്ന പല ബ്രെയിനിലെ എഫക്റ്റുകളും ന്യൂറോളജിക്കലായിട്ടുള്ള എഫക്റ്റുകളും നമുക്കുണ്ടാകുന്ന അതിനുശേഷം ഉണ്ടാകുന്ന ഉന്മാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഇങ്ങനെ വാട്ടർ സോലുബിളായി ബ്രെയിനിൽ എത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അങ്ങനത്തെ മദ്യത്തിൻ്റെതായിട്ടുള്ള ന്യൂറോളജിക്കൽ എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. ഈ മദ്യം പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മദ്യത്തിൻ്റെ മെറ്റബോളിസത്തിലെ ആദ്യത്തെ പ്രോസസ്സ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ സാധനമായി മാറുന്നു. ഈ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പ് 1 കാർസിനോജൻ എന്ന് പറയും. അതായത് നമ്മളെ പുകവലി, റേഡിയേഷൻ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഗ്രൂപ്പ് 1 കാർസിനോജൻ, അതായത് വളരെ ഡെഫിനറ്റ് ആയിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന റിസ്ക് ഉള്ള സാധനമാണ് ഈ അസറ്റാൽഡിഹൈഡ്. ആ ഒരു ബൈ പ്രൊഡക്റ്റായി മാറും. പിന്നീട് അത് വീണ്ടും മെറ്റബോളൈസ് ചെയ്ത് ഈ സാധനം മൂത്രത്തിലൂടെയും മറ്റും കൂടെ പോകും. ഇതിൻ്റെ മെറ്റബോളിസം 2 രീതിയിലാണ്. ഒന്ന് ലിവറിൽ നിന്നും ഒരു 90% ലിവറാണ് മെറ്റബോളൈസ് ചെയ്തത്, 5% ലങ്സ് ആണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഇപ്പം നമുക്കറിയാം മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്മെല്ല് വരുന്നു എന്നുള്ളറിയാം. അത് ഈ ലങ്സിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്ത് മദ്യം പുറത്തേക്ക് പോകുമ്പോൾ വരുന്നതാണ്. മദ്യത്തിൻ്റെ മെറ്റബോളിസത്തിന് മറ്റൊരു പ്രത്യേകത അത് സീറോ ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അതായത് ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും 10 ഗ്രാം വീതം മദ്യം ശരീരം എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അയാൾ 100 ഗ്രാം മദ്യം ഉള്ളിലോട്ട് പോയാലും 10 ഗ്രാം മദ്യം ഉള്ളിലോട്ട് പോയാലും അയാളുടെ ശരീരത്തിൽ നിന്നും 10 ഗ്രാം വെച്ച് മദ്യം പോയിക്കൊണ്ടേയിരിക്കും ഓരോ മണിക്കൂർ. അതാണ് നമ്മൾ കഴിക്കുന്ന അളവും മദ്യത്തിൻ്റെ എക്സ്ക്രീഷനും തമ്മിലുള്ള ബന്ധം. അപ്പം നമ്മുടെ കഴിക്കുന്ന അളവ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന തിക്തഫലങ്ങൾ അതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുടിക്കുന്ന ഫ്രീക്വൻസിയുമായിട്ട് ലിവറിനുണ്ടാകുന്ന ഡാമേജിനെ ബന്ധിപ്പിക്കുന്നത്. ലിവറിനുണ്ടാകുന്ന ഡാമേജ് ഫ്രീക്വൻസിയേക്കാൾ ഡോസിലുമായിട്ടാണ് കൂടുതൽ ബന്ധം. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമുക്ക് പല കൺസെപ്റ്റുകളുണ്ട്. അതായത് ഹാംഫുൾ ഡ്രിങ്കിങ്, ഹസാഡസ് ഡ്രിങ്കിങ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഹാംഫുൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ഗ്രാം മദ്യം ഒരു ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ, 20 ഗ്രാം മദ്യം ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളിൽ. ഈ 30 ഗ്രാം 20 ഗ്രാം എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു പക്ഷേ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സ്മോൾ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന സ്മോൾ അല്ലെങ്കിൽ പെഗ് എന്ന് പറയുന്നത് 30 ml ആണ്. ഹാർഡ് ലിക്കറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് 60 ml മദ്യം എന്ന് പറയുന്നത് ഒരു ലാർജ് പെഗ്. 90 ml ഒരു 90 അല്ലെ പട്ടിയാല പെഗ് എന്നൊക്കെ പറയുന്ന ചെറിയ കണക്കുണ്ട്. അപ്പോൾ ഒരു 30 ml അല്ലെങ്കിൽ ഒരു സ്മോൾ എന്ന് നമ്മൾ പറയുന്ന ആ അളവിൽ 10 ഗ്രാം ഉണ്ടാവും. അങ്ങനെ 30 ഗ്രാം മദ്യം ഒരു പുരുഷൻ ഒരു ദിവസവും 20 ഗ്രാം മദ്യം ഒരു സ്ത്രീ ഒരു ദിവസവും കഴിക്കുന്നതിന് നമ്മൾ ഹാംഫുൾ ഡോസ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയും. അപ്പോൾ അതായത് ഒരു പുരുഷൻ 3 സ്മോളോ ഒരു സ്ത്രീ 2 സ്മോളോ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സിറോസിസ് വരാനുള്ള റിസ്കിലേക്കായി എന്നുള്ളതാണ് അതിൻ്റെ ഞാൻ ഈ പറഞ്ഞതുകൊണ്ടുള്ള അർത്ഥം. പിന്നെ മറ്റ് പല കൺസെപ്റ്റുകളുണ്ട്. ഇപ്പോൾ ഇത് കരൾ സിറോസിസിൻ്റെ മാത്രം ഹാംഫുൾ ലെവലാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ മറ്റ് ഇപ്പോൾ ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് ഇപ്പോൾ WHO ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ പ്രകാരം ഒരു തുള്ളി മദ്യം പോലും കഴിക്കുന്നത് ഹാനികരമാണ്. അപ്പോൾ ഓരോന്നിനും ഹാംഫുൾ ലെവൽ വ്യത്യാസമാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ, സോഷ്യൽ ഡ്രിങ്കിങ്ങേ ഉള്ളൂ. അപ്പോൾ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സേഫ് ഇൻടേക്ക് എമൗണ്ട് ഉണ്ടോ? മദ്യം എത്ര അളവിൽ ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ളതനുസരിച്ചല്ല സോഷ്യൽ ഡ്രിങ്കിങ് ആണോ അല്ലെങ്കിൽ ഹാംഫുൾ ഡ്രിങ്കിങ് ആണോ എന്നുള്ളത് നമുക്ക് വരുന്നത്. മദ്യം നമ്മുടെ ഹെൽത്തിനെയോ ബിഹേവിയറിനെയോ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സോഷ്യൽ ഡ്രിങ്കിങ് ആയി കണക്കാക്കാൻ കഴിയില്ല. അത് ഹാംഫുൾ ഡ്രിങ്കിങ് ആണ്. പിന്നെ സേഫ് ഡ്രിങ്കിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പല രോഗങ്ങളെ എടുക്കുമ്പോഴും മദ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായ രീതിയിലാണ് സേഫ്. ഫോർ എക്സാമ്പിൾ, സിറോസിസിൻ്റെ റിസ്ക് ഒഴിവാക്കി നിർത്തുന്നതിനായി സ്ത്രീകൾ ആഴ്ചയിൽ 7 ഡ്രിങ്കിൻ്റെ കുറവും പുരുഷന്മാർ ആഴ്ചയിൽ 14 ഡ്രിങ്കിൽ കുറവും എടുക്കാം എന്നുള്ളതാണ് ലിവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള സേഫ് ലിമിറ്റ്. ഇതിൻ്റെ റെഫറൻസ് എന്താണ്? ഇത് EASL അല്ലെങ്കിൽ യൂറോപ്യൻ അസോസിയേഷൻ സ്റ്റഡി ഓഫ് ദ ലിവർ എന്നുള്ളതാണ്. പക്ഷേ ഇത്
ലിവർ സിറോസിന്റെ മാത്രം കാര്യമാണ്. അത് നാം മനസ്സിലാക്കണം. അതും ഒരു ലിവർ രോഗവും ഫാറ്റി ലിവർ പോലും ഒരു രോഗവും ഇല്ലാത്ത ഒരാളുടെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ആൽക്കഹോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ, അതായത് ദിവസം ഒരു സ്മോൾ ഒരു സ്ത്രീക്കും 2 സ്മോൾ ഒരു പുരുഷനും എടുക്കുന്നത് ലിവർ സിറോസിന്റെ റിസ്ക് മാത്രം കുറയ്ക്കുന്നു. ജനറലി ഉള്ള ക്യാൻസറുകളുടെ കാര്യം വരുമ്പോൾ WHO പറയുന്നത് ഒരു തുള്ളി മദ്യം പോലും സേഫ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ മദ്യം ഉണ്ടാക്കുന്ന ക്യാൻസർ യഥാർത്ഥത്തിൽ ബ്രസ്റ്റ് ക്യാൻസറാണ്, സ്ത്രീകളിലാണ്. പിന്നെ ഉള്ളത് ഓറൽ ക്യാൻസർ, ഈസോഫാഗസിന്റെ ക്യാൻസർ, സ്റ്റൊമക്കിന്റെ ക്യാൻസർ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, പാൻക്രിയാസ്, ലിവർ മുതലായ എല്ലാ ഭാഗത്തിന്റെ ക്യാൻസറിന്റെ റിസ്ക്കും വളരെയധികം കൂട്ടുന്ന ഒരു വസ്തുവാണ് മദ്യം എന്നുള്ളത്. പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ മറ്റൊരു രോഗമുണ്ട്. അത് പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയിലും ആൽക്കഹോൾ കാരണം വരുന്ന ഒരു രോഗമാണ് ആൽക്കഹോളിക് പാൻക്രിയാറ്റൈറ്റിസ്. ആൽക്കഹോളിക് പാൻക്രിയാറ്റൈറ്റിസ് ഈ ലെവല് ഇതിനേക്കാൾ ഈ പറയുന്ന പിന്നെ ദിവസം 3-4 ഡ്രിങ്ക് വെച്ച് 5 വർഷം കഴിച്ചാൽ തന്നെ അത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഇവന്റിലേക്ക് പോകും. മദ്യം സിറോസിസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മുതൽ 10 വർഷം എടുക്കുമ്പോഴാണ് സിറോസിസ് എന്ന് പറഞ്ഞ റിസ്ക് എടുക്കുന്നത്. അപ്പം ഓരോ രോഗത്തിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ആൽക്കഹോളിന്റെ എടുക്കാവുന്ന ലെവല് ഓരോ രീതിയിലാണ്. ജനറലി പറയുകയാണെങ്കിൽ ആൽക്കഹോൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ക്യാൻസറിന്റെ റിസ്ക് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടല്ലോ. ക്യാൻസറിന്റെ റിസ്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഒട്ടുമേ ആൽക്കഹോൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് WHO റെക്കമെൻഡേഷൻ. ഇങ്ങനെ പറയുമ്പോഴും ഇപ്പം ഞാൻ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡോക്ടർ എന്നോട് പറഞ്ഞു ദിവസം ഒരു സ്മോൾ വീതം കഴിച്ചാൽ അത് ഹാർട്ടിന് നല്ലതാണ്. 2 കാര്യങ്ങളുണ്ട്. ഇത് പഴയ കാലത്തെ ചില സ്റ്റഡികളിൽ വളരെ മിതമായ എമൗണ്ടിൽ ആൽക്കഹോൾ കഴിക്കുന്നതിന് ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ടെന്ന് പറഞ്ഞ് പഴയ സ്റ്റഡികൾ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ MI എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ കോമൺലി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗത്തിന് ദിവസം 60 മില്ലിയിൽ കുറവ് കഴിക്കുന്നതിന് HDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പഴയ സ്റ്റഡികളുണ്ട്. എന്നാൽ ഇതേ സ്റ്റഡികൾ തന്നെ നാം റീവിസിറ്റ് ചെയ്തപ്പോൾ ഇതേ സ്റ്റഡികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വീണ്ടും പരിശോധിച്ചപ്പോൾ ഇവയെല്ലാം മിത്താണെന്നും ഈ പറയുന്ന യാതൊരു ബെനിഫിറ്റും ആൽക്കഹോൾ കൊണ്ട് ഇല്ലെന്നും ഉള്ളത് നാം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കോമൺ മിത്താണ് റെഡ് വൈൻ എന്ന് പറഞ്ഞ സാധനം ഹാർട്ടിന് നല്ലതാണെന്നുള്ളത്. ഒരു ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറയും. നമ്മൾ ഇത് സ്റ്റഡി നടത്തുമ്പോൾ ഫ്രഞ്ച് ആൾക്കാരിൽ ഹാർട്ടിന്റെ അസുഖം കുറഞ്ഞിരിക്കാനുള്ള കാരണം റെഡ് വൈൻ കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു റെഡ് വൈൻ കാര്യം. ഇതും ഇപ്പോഴത്തെ സ്റ്റഡീസിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു റോളും ആൽക്കഹോളിനില്ല. ക്യാൻസറിൽ എല്ലാ രീതിയിലുള്ള റിസ്ക്കും കൂട്ടുന്നു. ലിവറിനകത്ത് സ്റ്റിയറ്റോസിസ്, ലിവറിൽ പിന്നെ ഫാറ്റി ലിവർ വരുന്ന റിസ്ക് ഒക്കെ വളരെ ചെറിയ ആൽക്കഹോൾ എമൗണ്ടിലേക്ക് കൂടുന്നു. സിറോസിസിൽ മാത്രം ചെറിയൊരളവ്, സിറോസിന്റെ റിസ്കിന് മാത്രം ചെറിയൊരളവിനകത്ത് കുഴപ്പമില്ല എന്ന് പറയുന്നുള്ളൂ. നമുക്കൊരു രീതിയിലും ആൽക്കഹോളിന് ഒരു സേഫ് ഡ്രിങ്ക് ആണെന്ന് പറയാൻ കഴിയില്ല. കരളിനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിന്റെ തരം അതിനെ ബാധിക്കുന്നുണ്ടോ? അത് വ്യത്യസ്തമാണോ? പൊതുവെ 2 തരംതിരിക്കാം: ഹാർഡ് ലിക്കർ, സോഫ്റ്റ് ലിക്കർ. ഹാർഡ് ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കി, ബ്രാൻഡി, റമ്മ്, വോഡ്ക, ജിന്ന്, ഇത്തരം കാര്യങ്ങളെയൊക്കെയാണ് പൊതുവെ ഹാർഡ് ലിക്കർ എന്ന് പറയുന്നത്. സോഫ്റ്റ് ലിക്കർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബിയർ, വൈന്, നമ്മുടെ കള്ള്, ടൊടി, ഇത്തരം സാധനങ്ങളൊക്കെ സോഫ്റ്റ് ലിക്കറായിട്ട് കണക്കാക്കാം. ആൽക്കഹോളിന്റെ കണ്ടന്റ് അനുസരിച്ചാണ് ഇവ തമ്മിലുള്ള വേർതിരിവ്. അല്ലാതെ ഇതിനകത്ത് വരുന്ന ടേസ്റ്റോ മറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ശരീരത്തിനകത്തുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ആൽക്കഹോളിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ബിയർ എന്ന് പറഞ്ഞാൽ 5% മുതൽ 10% വരെയുള്ള കോൺസെൻട്രേഷനാണ് സാധാരണ ബിയറും സ്ട്രോങ് ബിയറും തമ്മിലുള്ളത്. അതേസമയം വൈനാവട്ടെ 10% മുതൽ 15% വരെ ആൽക്കഹോളാണ് വൈനിലുള്ളത്. ഈ ഹാർഡ് ലിക്കറുകളുടെ കാര്യം വരികയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹാർഡ് ലിക്കറുകളും ഏകദേശം 40% മുതൽ 50% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളവയാണ്. ഇത് കുറച്ചുകൂടെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 60 മില്ലി, അതായത് ഒരു ലാർജ് എന്ന് നാം പറയുന്ന അളവിൽ ഹാർഡ് ലിക്കർ കഴിക്കുമ്പോൾ 60 × 40 ഏകദേശം 24-25 ഗ്രാം ആൽക്കഹോളാണ് അതിനകത്ത് ഒരു ലാർജിലുള്ളത്. ഒരു 500 ml ബിയർ കഴിക്കുമ്പോൾ അതിലുള്ളതും 500 × 5 25 ഗ്രാമാണ്. സാരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 ml ബോട്ടിൽ ഓഫ് ബിയർ ഈസ് ഈക്വൽ ടു ഒരു ലാർജ് ഓഫ് വിസ്കി, ബ്രാൻഡി ഓർ റം. അപ്പം അതുകൊണ്ട് ഈ സാധനത്തിന്റെ അളവാണ് നമുക്ക് പ്രധാനം, ഈ സാധനത്തിന്റെ തരമല്ല പ്രധാനം. പലർക്കും ഉള്ളൊരു കോമൺ ധാരണയാണ് ബിയർ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെ വൈൻ കുടിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇവയൊക്കെ എത്ര ക്വാണ്ടിറ്റി വെച്ച് കഴിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാരണം. ബിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലതിലും ഇത് ഉണ്ടാക്കുന്ന മറ്റ് കണ്ടന്റുകളും ആൽക്കഹോൾ അല്ലാതെ ഷുഗർ പോലത്തെ കണ്ടന്റുകൾ കൂടുതലാണ്. അപ്പം പലപ്പോഴും ഇതിന് തതുല്യമായ ഡോസ് വെച്ച് കഴിക്കുമ്പോൾ, അതായത് ഗ്രാം ആൽക്കഹോളിന്റെ ഗ്രാം തതുല്യമായി കഴിക്കുമ്പോൾ പലപ്പോഴും രണ്ടിന്റെയും എഫക്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുപോലുള്ള ഒരു മിത്തുള്ള ഒരു ഏരിയയാണ് ഈ മദ്യപിക്കുന്നതിന് കൂടെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളത്. ഇപ്പം പലരും പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്
അപ്പം മദ്യം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കഷ്ണം ബട്ടർ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഉള്ളിലൂടെ പോയി ചെറുകുടലിനകത്തൊരു ലെയർ ഉണ്ടാക്കുമെന്നും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അല്ലെങ്കിൽ മദ്യപിക്കുന്നതിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അത് അത്ര ബാധിക്കില്ല, അല്ലെങ്കിൽ മദ്യപിച്ച ശേഷം കുറേ വെള്ളം കുടിച്ചാൽ അതിനെ ബാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കുള്ളതാണോ? ഇതിൽ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് വസ്തുതകളുണ്ട്. അതായത് നാം വെറും വയറിൽ കഴിക്കുന്ന മദ്യവും ഭക്ഷണം ഉള്ളിൽ ചെന്ന് ഉള്ളപ്പോൾ കഴിക്കുന്ന മദ്യവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വെറും വയറിൽ മദ്യം കഴിക്കുമ്പോൾ ആ മദ്യം മൊത്തവും വളരെ പെട്ടെന്ന് അബ്സോർബ്ഡ് ആവും. അതേസമയം നമ്മുടെ വയറ് ഫുള്ളായിട്ട് മദ്യം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ അതനുസരിച്ച് കുറയും. അബ്സോർപ്ഷൻ്റെ എമൗണ്ടും കുറയും, അബ്സോർപ്ഷൻ്റെ ഡ്യൂറേഷൻ കൂടുകയും ചെയ്യും. അതായത് കുറച്ച് മദ്യം കുറേ നേരം കൊണ്ട് അബ്സോർബ് ആവുകയുള്ളൂ. അതുവഴി ബ്ലഡിലുണ്ട് എത്ര മദ്യം അബ്സോർബ് ആയാലും ഏകദേശം 30 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ കൊണ്ട് അത് ബ്ലഡിലെ മാക്സിമം കപ്പാസിറ്റിയിലെത്തുക. ബ്ലഡ് ആൽക്കഹോൾ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുക 30 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയാണ്. അപ്പോൾ ഇത് വളരെ പതുക്കെ വളരെ ചെറിയ ഡോസിലാണ് കയറുന്നതെങ്കിൽ അതനുസരിച്ച് ബ്ലഡ് ആൽക്കഹോൾ ലെവൽ താരതമ്യേന കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അത് ആഹാരം കഴിച്ച ഒരു സ്റ്റേജിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം പറയുന്നത്. പിന്നെ ഈ ബട്ടർ എന്ന് പറയുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ആൽക്കഹോള് വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ വണ്ണമുള്ള ആൾക്കാർ ലീനായിട്ടുള്ള ആൾക്കാരും തമ്മിലൊരു വ്യത്യാസം നമുക്ക് പറയാം. ആൽക്കഹോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ഫാറ്റിൽ അബ്സോർബ് ആകത്തില്ല. അത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ബ്ലഡിൽ, ബ്രെയിനിൽ, അതുപോലെ മറ്റ് ലിവറിൽ, മറ്റ് സ്ഥലങ്ങളിലേക്കാണ് അത് എത്തുക. ഫാറ്റ് കൂടുതലുള്ള ആളുകളിൽ ഇതിലെ ബ്ലഡിലെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. കുറച്ചുകൂടെ ലീൻ ആയിട്ടുള്ള ആൾക്കാരിൽ ഇതിലെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരുടെ ബ്ലഡിലെ ആൽക്കഹോൾ കണ്ടന്റ് ലേശം കുറവുണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചിലർ പറഞ്ഞു കേട്ടുള്ള മറ്റൊരു കാര്യം, അപ്പം ഇയാൾ ഭയങ്കര കായികാധ്വാനിയാണ്, അപ്പോൾ ഇയാൾക്ക് അടിച്ചാൽ ഏശില്ല. ഒരു വ്യക്തിയുടെ കായിക ബലം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യം ഇതൊക്കെ അയാളുടെ കരളിലേക്കുള്ള ഒരു മദ്യത്തിന്റെ എഫക്റ്റിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യം, അതായത് ഈ പറയുന്ന ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ചിലപ്പോൾ വണ്ണമുള്ള ആൾക്കാരിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. അതൊരു ഫാക്ടറായിരിക്കാം കായികാധ്വാനം ഈ ആളുകൾ പറയുന്നത്. ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുകളേക്കാൾ നമ്മുടെ ഓരോ ഡെറിവേഷൻസ് ആണ് ഇതൊക്കെ ആയിരിക്കാം എന്നുള്ള കാര്യം. പിന്നെ ഉള്ള ഒരു കാരണം, ഒരു കൺസെപ്റ്റ് ഉണ്ട്, മെറ്റബോളിക് അസോസിയേറ്റഡ് ആൽക്കഹോളിക് ലിവർ ഡിസീസ്. അതായത് ഒരു വണ്ണമുള്ള ഒരാളിൽ അല്ലെങ്കിൽ ഒരു ഡയബറ്റീസോ അല്ലെങ്കിൽ പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഉള്ള ഒരാൾക്ക് കരളിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ NASH എന്നൊക്കെ നാം പറയുന്നത് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു ബേസ് ലൈൻ ഹാർട്ട് ഡിസീസ്, ഒരു ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ മദ്യപിക്കുമ്പോൾ സാധാരണ ആൽക്കഹോളിക് ലിവർ ഡിസീസിനേക്കാൾ കൂടുതൽ പ്രശ്നം അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കായിക ബലമുള്ള ആൾക്ക് ഒരു പ്രീ എക്സിസ്റ്റിംഗ് കരൾ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് താരതമ്യേന കുറവും. അതേസമയം കുറച്ച് കായിക അധ്വാനവും കുറഞ്ഞതും വണ്ണമൊക്കെ ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരു ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ മദ്യപിക്കുമ്പോൾ കൂടുതൽ ദോഷകരമായ എഫക്റ്റ് കരളിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മദ്യപാനികളൊക്കെ ഭയക്കുന്ന ഒന്ന് അവർക്ക് വരാൻ സാധ്യതയുള്ള കരൾ രോഗങ്ങളാണ്. അപ്പം ഇവർ മദ്യപാനം ശീലമാക്കിയിട്ടുള്ള ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയതായിട്ട് ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അതിന്റെ ഒരു ഫ്രീക്വൻസി എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, മദ്യപാനികൾ അവർ മദ്യത്തിന് അടിമയാണോ അല്ലയോ എന്നുള്ളത് അറിയണം. ഇതിനൊരു ബ്ലഡ് ടെസ്റ്റോ മറ്റോ കൊണ്ടുവന്നിരിക്കത്തില്ല ഇതിന് മനസ്സിലാക്കാൻ പറ്റുക. ഇതിനൊരു ഒരു വളരെ ക്രൂഡായിട്ടുള്ള ഒരു കോഡ് കേജ് എന്ന് പറയുകയാണ്, CAGE. C എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ്. നിങ്ങളൊരു മദ്യപാനിയാണ്, നിങ്ങൾക്ക് മദ്യം നിർത്താനല്ലേ കുറയ്ക്കാൻ തോന്നുന്നു, അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു അഡിക്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. 2, അനോയിഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മദ്യപാനത്തിൻ്റെ കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നുക, നിങ്ങൾ അനോയിഡ് ആവുക, അത് മനസ്സിലാക്കുക നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ട്. 3, ഗിൽറ്റ്. നിങ്ങൾക്ക് മദ്യപാനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളാൽ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളാൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഗിൽറ്റ്, ഒരു കുറ്റബോധം തോന്നും. ആ കുറ്റബോധം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മദ്യത്തിന് അടിമയായിട്ടുണ്ട്. 3, ഐ ഓപ്പണർ. 4, ഐ ഓപ്പണർ പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മദ്യം കുടിക്കുന്ന അല്ലെങ്കിൽ ദിവസത്തിന് സമയക്രമം ഇല്ലാതെ മദ്യം കഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ആണ് ഒരു മദ്യപാനി മനസ്സിലാക്കേണ്ടത്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ മദ്യപാനം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇനി മദ്യപാനം കാരണം ഇങ്ങനെ മദ്യപിക്കുന്നതാണ്, മദ്യപാനം കാരണം എന്തെങ്കിലും പ്രശ്നം അയാളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് അയാൾക്ക് ആവശ്യമെങ്കിൽ അയാളൊരു ബേസിക്കലി ഉള്ള ഒരു ബ്ലഡിലെ പല പരിശോധനകളും ഇൻക്ലൂഡിങ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, ഫാറ്റി ലിവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അയാൾക്ക് ഇപ്പോൾ മദ്യപാനത്തിൻ്റെ
പ്രശ്നം എത്രത്തോളം വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മദ്യപാനത്തിലുള്ള കരളിലെ രോഗങ്ങളൊക്കെ പല തരത്തിലാണ്. ആദ്യം ഫാറ്റി ലിവറായി വരും, പിന്നെ ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ സ്റ്റേജ് വരും, പിന്നെ സിറോസ് എന്ന് പറഞ്ഞ വരും. ഓരോ സ്റ്റേജിലെയും ഫൈൻഡിങ്സ് വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ നിങ്ങളുടെ മദ്യപാനം എത്രത്തോളം തീവ്രമാണോ ഇല്ല എന്നുള്ളത് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് സ്വയമേ ഈ കേജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനെയറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മദ്യപാനം അപകടകരമായ നിലയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരാളുടെ ശരീരത്തിലോട്ട് ആൽക്കഹോൾ വരുന്നു, അത് അയാളുടെ കരളിലെത്തുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു സീറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോകുന്നത്? ആൽക്കഹോൾ വരുമ്പോഴേക്കും 3 രീതിയിലുള്ള റെസ്പോൺസാണ് കരളിലുണ്ടാകുന്നത്. ഏകദേശം 90% ആൾക്കാർക്കും ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർക്കും സ്റ്റേറ്റോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആൽക്കഹോളിൻ്റെ മെറ്റബോളിസത്തിൽ ആൽക്കഹോളിൽ നിന്നും ചില ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ സാധനമാണ് ട്രൈഗ്ലിസറൈഡ് എന്നൊക്കെ നാം പറയുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഫാറ്റി ആസിഡുകൾ ആൽക്കഹോളിൻ്റെ മെറ്റബോളിസം ആൽക്കഹോളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഈ ഫാറ്റി ആസിഡ് കരളിലെ സെല്ലുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടാവുക. ഇത് മദ്യപാനികൾ വളരെ കോമൺ ആയി കാണുന്നതാണ്. നോൺ ആൽക്കഹോളിക് ആയിട്ടും ഫാറ്റി ലിവർ വരാം. രണ്ടാമത്തെ സാധ്യത ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അത് വളരെ തീവ്രമായിട്ടുള്ളൊരു രോഗമാണ്. ബിഞ്ച് ആൽക്കഹോൾ പെട്ടെന്ന് കുറക്കാലം കൂടുതൽ. ബിഞ്ച് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമിതമായ അളവിൽ പെട്ടെന്ന് കഴിക്കുന്നതാണ് ബിഞ്ച് ആൽക്കഹോൾ എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ 5 ഡ്രിങ്ക് ഒരു ദിവസം, അതായത് 5 സ്മോൾ ഒരു ദിവസവും സ്ത്രീകളിൽ 4 സ്മോൾ ഒരു ദിവസവും കഴിക്കുന്നതാണ് ബിഞ്ച് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അങ്ങനെ കഴിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് വരുന്ന മഞ്ഞപ്പിത്തം, അതാണ് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ യുവാക്കളായ പലരും മദ്യരോഗം കാരണം മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കേൾക്കുന്ന കഥകളെല്ലാം ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് കാരണമാണ്. ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ വരുന്നത് ആൽക്കഹോൾ കാരണം പെട്ടെന്ന് ലിവറിൽ വരുന്ന അക്യൂട്ടായിട്ട് വരുന്ന ലിവറിൽ വരുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മരണസാധ്യത, ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സിവിയറിറ്റി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മരണസാധ്യത ഏകദേശം 30% വരെയും വരും 3 മാസത്തിൽ. അതായത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വന്ന 10 രോഗികളിൽ 3 രോഗികൾ 3 മാസത്തിനകത്ത് മരണപ്പെടാം എന്നുള്ളതാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. മൂന്നാമതായി പറഞ്ഞ സിറോസിസ്. ഏകദേശം ആൽക്കഹോൾ കഴിക്കുന്ന 30-35% ആൾക്കാർക്കാണ് സിറോസിസിലേക്ക് പോകാം. നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ വന്ന് പിന്നീട് ലിവറിൽ ഫൈബ്രോസിസ്, ലിവറിൽ ഇപ്പം നമുക്കൊരു ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവിടെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മുറിവ് ഉണങ്ങുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ ഉണങ്ങുന്ന പ്രോസസ്സിനകത്ത് കുറച്ച് ഫൈബറുകൾ ഉണ്ടായാണ് ഈ ഉണങ്ങുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാർ ഉണ്ടാകുന്ന പ്രോസസ്സ്. അതുപോലത്തെ ഒരു സ്കാർ കരലിനകത്തുണ്ടാവും. ഇങ്ങനെ നിരവധി ഇഞ്ചുറി വന്ന് ആ വരുന്ന സ്കാർ വന്ന് അലുവ പോലെ ഇരിക്കുന്ന കരൾ കട്ടിയായി കല്ലുപോലാകുന്ന അവസ്ഥേനെയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കാലക്രമേണ വരുന്നതാണ്. ഉദ്ദേശം 5 മുതൽ 10 വർഷം കൊണ്ടാണ് ഒരു രോഗി സിറോട്ടിക് രോഗിയായി മാറുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് വരുന്ന അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ പോലെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലൊക്കെ രോഗി എത്തുകയും ചെയ്യാം. ഈ പൊതുവെയുള്ളൊരു ധാരണ, അപ്പം ഞാൻ ഇന്നലെ മദ്യപിച്ച ഒരാൾ ഇന്ന് അതിൻ്റെ കരളത് പ്രോസസ്സ് ചെയ്ത് കഴിയും മുമ്പ് വീണ്ടും മദ്യപിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു അതൊരു കാരണമാണോ? ഡ്രിങ്ക് ഹോളിഡേ അല്ലെങ്കിൽ ആൽക്കഹോൾ ഹോളിഡേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ മദ്യം നിർത്തി 48 മണിക്കൂറത്തേക്ക് മദ്യം കാരണം ഉണ്ടായിരിക്കുന്ന ലിവർ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനും ലിവറിന് കുറച്ച് റിജനറേറ്റ് ചെയ്യാനുമുള്ള സമയം കിട്ടുന്നു. അപ്പോൾ ലിവർ അതുവരെ വന്നുകൊണ്ടിരുന്ന ആ ഇഞ്ചുറി ലിവർ ഒരു ഇച്ചിരി കുറഞ്ഞ് ലിവറിന് ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് അവിടെ കിട്ടുകയാണ്. ആ ഒരു കൺസെപ്റ്റ് ആക്ച്വലി ലിവർ ഡിസീസിൻ്റെ പ്രോഗ്രഷന് നല്ലതാണ്. നാം ഒരു സ്ഥിരമായ മദ്യപാനികൾ മദ്യം ഒറ്റടിക്ക് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനെ സ്പേസ് ഔട്ട് ചെയ്ത് നിർത്തുന്ന ചില ആളുകളുണ്ടാകും. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതും സ്വീകാര്യമാണ്. നേരത്തെ ഫാറ്റി ലിവർ ഡിസീസിനെ പറ്റി പറഞ്ഞു. ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത ആളുകൾക്കും അതുപോലെ സ്ത്രീകൾ മദ്യപിക്കാത്തവർക്കൊക്കെ ഇതേ അസുഖം വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഫാറ്റി ലിവർ എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരളിലെ സെല്ലുകളിൽ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് അടിയുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത് ആൽക്കഹോളിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതലായി ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. അപ്പോൾ അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫുഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടാകുന്നത്. ഇത്തരം രോഗങ്ങളെല്ലാത്തിനെയും ഒരു കോമ്പോസിറ്റ് ആയിട്ട് MASLD അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റിയോറ്റിക് ലിവർ ഡിസീസ് എന്ന് പറയും. അല്ലെങ്കിൽ പണ്ട് നമ്മൾ പറയുന്ന പോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നൊക്കെ പറയുന്ന രോഗം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ചില രോഗങ്ങൾ, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇത്തരം രോഗങ്ങളുമായിട്ട് അതും അമിതവണ്ണം, ഒബിസിറ്റി ആയിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇത്തരം രോഗങ്ങളെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞത്. ഇത്തരം രോഗങ്ങളുള്ള ആൾക്കാരിൽ ഉള്ളിലേക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും കൊഴുപ്പ് വന്ന് അടിയുന്നത് പോലെ കരളിലും വന്ന് കൊഴുപ്പടിയുന്നു. ഈ കരളിൽ കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഇഞ്ചുറികൾ ഉണ്ടാക്കുന്നു. ഓക്സിഡന്റ് റാഡിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, അത് കുറച്ചുകൂടെ ടെക്നിക്കലാണ്. ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടായി കരൾ സെല്ലുകൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്നു.
ഈ വരുന്ന ഇഞ്ചുറികൾ ഭേദമാക്കാൻ വേണ്ടി കരൾ നടത്തുന്ന ചില പ്രക്രിയകളിലൂടെയാണ് കരളിനുള്ളിൽ സ്കാറിംഗ് ഉണ്ടാവുന്നതും അത് പിന്നീട് സിറോസിലൊക്കെ പോകുന്നതും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ ആൽക്കഹോൾ കൊണ്ട് മാത്രമല്ല സിറോസ് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലും ഇന്ത്യയിലും 2ാം സ്ഥാനത്തിൽ സിറോസ് ഉണ്ടാകുന്നതിൻ്റെ കോമണസ്റ്റ് കോസ് ഫാറ്റി ലിവറാണ്, അല്ലെങ്കിൽ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ സാധനമാണ്. വളരെ അടുത്ത കാലം തന്നെ മദ്യപാനത്തിനേക്കാൾ കൂടുതൽ കോമൺ ആയിട്ടുള്ള സിറോസിൻ്റെ കോസ് ഈ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ഒബിസിറ്റി, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ മുതലായ രോഗങ്ങൾ കാരണം വരുന്ന ഫാറ്റി ലിവറിൻ്റെ തന്മൂലമുള്ളതായി മാറും. പലരുടെയും ഒരു തെറ്റിദ്ധാരണ മദ്യപിച്ചാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ബാധിക്കുന്നത് കരളിനെ മാത്രമാണെന്നാണ്. പക്ഷെ മദ്യപാനം കൊണ്ട് മറ്റ് അവയവങ്ങൾക്കും ദോഷം സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പം അത് ഏതൊക്കെ അവയവങ്ങളാണ്? 7% മരണങ്ങൾ ഉണ്ടാക്കുന്നൊരു സാധനമാണ് മദ്യപാനം. 20 മുതൽ 40 വയസ്സുള്ള ആൾക്കാരിൽ 20% മരണം, ഏകദേശം 20% മരണം ഉണ്ടാക്കുന്നത് മദ്യപാനമാണ്. മദ്യപാനത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ശരീരത്തിൽ ഏത് ഓർഗനെയും മദ്യപാനം അഫക്റ്റ് ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണോ ലിവർ. അതുപോലെ ന്യൂറോളജിക്കലായിട്ട് തലച്ചോറിനെ എഫക്റ്റ് ചെയ്യാം. തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പല പെർഫോമൻസുകളെ അത് ബാധിക്കാം. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ മദ്യപാനം പലതരം ക്യാൻസറുകളുടെ റിസ്ക് കൂട്ടുന്നു. അത് വായിലെ ക്യാൻസർ ആവട്ടെ, ഈസോഫാഗസിലെ ആവട്ടെ, സ്റ്റൊമക്കിലെ ആവട്ടെ, അതുപോലെ ചെറുകുടൽ, വൻകുടൽ, ഈ ഭാഗത്ത് എല്ലായിടത്തെയും ക്യാൻസറിൻ്റെ റിസ്ക് ഇത് കൂട്ടുന്നുണ്ട്. പിന്നെ ഗ്യാസ്ട്രോൻട്രോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സിവിയർ ആയിട്ടുള്ള ആൽക്കഹോൾ കാരണമുള്ള പ്രോബ്ലം കാണുന്നത് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗത്താണ്. പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസ് ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, 2 പർപ്പസാണ് അതിനുള്ളത്. ഒന്ന് ഈ ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾക്കൊക്കെ ഉതകുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനവും അതുപോലത്തെ മറ്റ് ചില എൻഡോക്രൈൻ ഹോർമോൺസും ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് എക്സോക്രൈൻ, നമ്മുടെ ഫാറ്റ് പോലത്തെ സാധനങ്ങൾ, പ്രോട്ടീൻ പോലത്തെ സാധനങ്ങളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ദഹനജലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഗ്നേയ ഗ്രന്ഥിയിൽ വരുന്ന ഈ ആൽക്കഹോൾ കാരണം വരുന്ന പ്രശ്നം കാരണം ആഗ്നേയ ഗ്രന്ഥിയിലെ നീർക്കെട്ടും മറ്റും വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് പോകാം. വളരെ സിവിയർ എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ത്രെറ്റനിങ് പ്രോബ്ലംസിലോട്ട് തന്നെ വളരെ പെട്ടെന്ന് പോകാം. അതും ഈ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ. എനിക്ക് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് അയാൾ ഒരു മിതമദ്യപാനിയായിരുന്നു, ഒരു വലിയ മദ്യപാനിയൊന്നും ആയിരുന്നില്ല. അയാളെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാളൊരു ഒരു പാർട്ടി ഒക്കെ കൊടുത്തു. അന്ന് ഇച്ചിരി ഹെവി ആയിട്ട് മദ്യപിച്ചു. അന്ന് വൈകുന്നേരം അയാൾക്കൊരു വയറുവേദന വരുന്നു. അയാൾ ആ വയറുവേദന വന്നപ്പോഴേക്കും ഒരു പാങ്ക്രിയാറ്റൈറ്റിസ്, സിവിയർ പാങ്ക്രിയാറ്റൈറ്റിസ് അയാൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, വെന്റിലേറ്ററിലാകുന്നു, ഡയാലിസിസ് വേണ്ടി വരുന്നു. ഏകദേശം 1.5 മാസത്തോളം അയാൾ ആ രോഗത്തിൻ്റെ അടിമയായിട്ട് അവിടെ കിടന്നു. ഇതിന് ശേഷം ഈ 1.5 മാസത്തിന് ശേഷം അയാളുടെ ആമാശയത്തിൻ്റെ പിന്നിലായി പാങ്ക്രിയാസിനോടടുത്ത് ഒരു ഫുട്ബോൾ വലിപ്പത്തിലൊരു പഴുപ്പ് കെട്ടുണ്ടായിട്ടാണ് ഈ പേഷ്യൻറ്റിനെ ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന സമയത്ത് ഈ പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് 150-നും 160-നും ഇടയിലാണ് സ്ഥിരമായി അടിക്കുന്നത്. ഈ 150-നും 160-നും ഇടയിൽ ഹാർട്ട് റേറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ ഹാർട്ടിന് പ്രോപ്പർലി പ്രവർത്തിക്കാൻ പറ്റാതെ ടാക്കി കാർഡിയോമയോപ്പതി എന്ന് പറയുന്നൊരു സ്റ്റേജ്, ഇത് ഈ ഒരു 25-30 വയസ്സുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹാർട്ടിന് പ്രവർത്തിക്കാൻ പറ്റാതെ ഹാർട്ട് ഫെയിലിയറിലോട്ട് അയാൾ പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറുണ്ട്, അതായത് ഇതിൻ്റെ ഈ പഴുപ്പ് സ്റ്റൊമക്കിലോട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. സിസ്റ്റോഗ്യാസ്ട്രോസ്റ്റോമി എന്ന് പറയും, എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മളിത് ചെയ്തു. ഇത് ചെയ്തപ്പം ഏകദേശം 1 ലിറ്ററോളം പഴുപ്പാണ് അതിൽ നിന്നും ആ ദിവസം തന്നെ ഡ്രെയിൻ ചെയ്തത്. ഇതിന് കൂടാതെ ആ സ്റ്റെൻറ്റ് അവിടെ തന്നെ ഇടും 1 മാസത്തേക്ക്. ആ 1 മാസം മൊത്തം പഴുപ്പ് ഇതിനകത്തോട്ട് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ 2-3 പ്രാവശ്യം ഇതിനുള്ളിലേക്ക് നാം കയറി, അതായത് സ്റ്റൊമക്കിന് പിന്നിലായിട്ട് കിടക്കുന്ന അതിനകത്തോട്ട് നമ്മൾ എൻഡോസ്കോപ്പ് വഴി കയറി അതിലെ പഴുപ്പെല്ലാം ചെത്തി എടുത്ത് മാറ്റി. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു. അവസാനം ഇതെല്ലാത്തിന് ശേഷം ഏകദേശം 4-5 മാസത്തിന് ശേഷമാണ് അയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. തെയിലൻഡിലൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആ കല്യാണം കഴിച്ച കുട്ടി ഒരുപക്ഷെ ഒരു ക്രോണിക് മദ്യപാനിയുടെ ഭാര്യ ആവേണ്ടിയിരുന്ന അയാളുടെ ജീവിതം മാറി. ഈ ഒരു സ്റ്റോമി കോഴ്സിൽ ആദ്യം പോയതുകൊണ്ട് അതിന് അവസാനം അയാൾ മദ്യപാനി അല്ലാതായി മാറി. അവർക്കൊരു നല്ലൊരു കുടുംബജീവിതത്തിലോട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പം അത്ര സിവിയർ ആയിട്ടുള്ള രോഗങ്ങൾ പോലും മദ്യപാനം ഉണ്ടാക്കാം ഈ കരളിന്. അപ്പം നമ്മുടെ പലപ്പോഴും ഉള്ളൊരു കൺസെപ്റ്റ് കരൾ രോഗം മാത്രമാണ് മദ്യപാനം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. പാങ്ക്രിയാറ്റൈറ്റിസ് പോലത്തെ വളരെ സിവിയർ രോഗങ്ങളും മദ്യപാനം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഗ്യാസ്ട്രോ ആംഗിൾ പറയുമ്പോൾ മദ്യപാനത്തിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ദോഷം ഉണ്ടാക്കുന്നു എന്നാണ് പുകവലി എന്നും പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗ്യാസ്ട്രോ ആംഗിൾ എന്താ? ഇപ്പം നമ്മൾ പൊതുവെ പുകവലിയെ നമ്മൾ സിനോണിമസ് വിത്ത് ലങ് ക്യാൻസർ അല്ലെങ്കിൽ COPD, ശ്വാസകോശത്തിൻ്റെ രോഗങ്ങളുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഈ പുകവലി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ് യഥാർത്ഥത്തിൽ. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രോൻട്രോളജിയെ സംബന്ധിച്ചിടത്തോളം ഈസോഫാഗസ്, ഫുഡ് പൈപ്പിലെ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടറാണ്. സ്റ്റൊമക്കിലെ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടറാണ്. ഈ സ്റ്റൊമക്കിലെ പാങ്ക്രിയാസിലെ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടറാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗിയുണ്ടല്ലോ, ആൽക്കഹോളിക് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗി, അയാൾ പിന്നീട് മദ്യപിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് പാങ്ക്രിയാറ്റൈറ്റിസ് വീണ്ടും വരാം. അയാൾ പിന്നീട് പുകവലിച്ചാലും അയാൾക്ക് പാങ്ക്രിയാറ്റൈറ്റിസ് വരാം. അതുപോലെ തന്നെ അൾസർ, നാം വളരെ കോമൺ ആയിട്ട് പറയുന്ന അൾസർ ഡിസീസുകളുടെ ഒരു മേജർ കോസും
പുകവലിയാണ്. അങ്ങനെ ഈ പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോഎൻട്രോളജിക്ക് അസുഖം ഉണ്ടാക്കാത്ത സേഫായിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. മദ്യപാനത്തോളം തന്നെ ഒരു 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 തീവ്രമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പുകവലി. കരൾ രോഗം ഒന്ന് മൂർച്ഛിച്ച് ഏറ്റവും ഒടുവിൽ പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറുള്ളത് കരൾ മാറ്റിവെക്കണമെന്നാണ്. അപ്പം ഒരു ട്രാൻസ്പ്ലാന്റ് അല്ലാതെ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് തെറാപ്പികൾ വേറെ ഒന്നുമില്ലേ? അതായത് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് കരളിൻ്റെ രോഗത്തിൽ സിറോസിസ് എന്ന് പറഞ്ഞ രോഗത്തിനും ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ് മൂർച്ഛിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് പറയുക. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു പൂർണ്ണമായും ഒരു ഹെൽത്തി ആയിട്ടുള്ള കരൾ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും കരൾ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ബോട്ടിൽ നെക്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ അതിന് ഏകദേശം 10-25 ലക്ഷം രൂപ ചിലവ് വരും. പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ ഏറെക്കുറെ അവൈലബിൾ ആയിട്ടുള്ളൂ. പബ്ലിക് സെക്ടറിൽ വളരെ നാമമാത്രമായി കുറച്ച് കേസുകൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും മേജർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. ഇതിനൊരു ഡോണർ വേണ്ടി വരും പലപ്പോഴും. ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ 2 തരത്തിലാണ്: ഡിസീസ്ഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷനും ലൈവ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും. അതായത് കടാവറിൽ നിന്ന് എടുക്കുന്ന ലിവറും ലൈവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് എടുക്കുന്നത്. ഈ കടാവറിൽ നിന്നുള്ള ലിവർ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. മുൻപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടാവറിക് ഡൊണേഷൻ ഓർഗൻ ഡൊണേഷൻ നടന്നുകൊണ്ടിരുന്ന സ്റ്റേറ്റ് കേരളത്തിലായിരുന്നു. 2015-16 ഒരു വർഷം 60-65 കടാവറിക് ലിവർ ഡൊണേഷൻ നടന്നുകൊണ്ടിരുന്നത്. ഈ 2023-24 11-12 ഉള്ളൂ. അപ്പോൾ ഡിസീസ്ഡ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കുറയുന്നത് കൊണ്ടും നമുക്ക് കൂടുതലും ലൈവ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്നു. അപ്പോൾ അതിലൂടെ ഒരു ഡോണറിൻ്റെ ആവശ്യം വരുന്നു. അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളും ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ബോട്ടിൽ നെക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കരൾ ട്രാൻസ്പ്ലാന്റേഷനോട് പോകാൻ പറ്റാത്ത രോഗികളിലെ കോംപ്ലിക്കേഷനിൽ നിന്നും മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. കരൾ സിറോസിസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തോട്ടും രക്തം കൊണ്ടുപോകുന്ന ഒരു ആർട്ടറിയാണ്. ആർട്ടറി എന്ന് പറഞ്ഞാൽ തുടിക്കുന്ന രക്തക്കുഴൽ. രക്തം അവിടെ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവന്നത് വെയിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നീല നിറത്തിൽ നാം പടമൊക്കെ വരയ്ക്കുന്ന വെയിൻ. കരളിന് മാത്രം അത് വ്യത്യസ്തമാണ്. കരളിൻ്റെ മേജർ ബ്ലഡ് സപ്ലൈയും വരുന്നത് ഒരു വെയിനിൽ നിന്നാണ്. പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞൊരു വെയിനിൽ നിന്നാണ്. അതിൽ നിന്നും മറ്റൊരു വെയിനിലോട്ട്, ഇൻഫീരിയർ വെയിനൊക്കെ എന്ന് പറഞ്ഞൊരു വെയിനിലൂടെ ഹാർട്ടിലേക്ക് പോകുന്നു. അപ്പം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു ലോ പ്രഷർ ആയിട്ടുള്ള, ഒരു ചെറിയ പ്രഷറിൽ നിന്നും ചെറിയ പ്രഷറിലോട്ടുള്ള ഒരു ഫ്ലോ ആണ്. കരൾ കട്ടിയില്ലാതിരിക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. സിറോസിസ് വരുമ്പോൾ കരളിന് കട്ടിയാകുമ്പോൾ ഈ പോർട്ടൽ വെയിനിൽ കൂടെ പോകുന്ന രക്തത്തിന് പോകാൻ ബുദ്ധിമുട്ട് വരും. ബുദ്ധിമുട്ട് വരുമ്പോൾ അത് 2 രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഒന്ന്, വേറെ ചാനലുകൾ തുറക്കും, ബൈപ്പാസ് ചാനലുകൾ തുറക്കും. ഇത്തരം ബൈപ്പാസ് ചാനലുകളിൽ നിന്നാണ് ചോര ഛർദ്ദിക്കുന്ന ഞരമ്പുകൾ പൊട്ടുന്നത്. മറ്റൊന്ന്, ഈ സാധനത്തിൽ നിന്നും വീപ്പിംഗ്, അതായത് ഇതിൽ നിന്ന് കരളിൽ നിന്നും വെള്ളം ഒലിച്ചു വരും. അതിൽ നിന്നാണ് ഈ അസൈറ്റിസ് അല്ലെങ്കിൽ വയറിൽ വെള്ളം കിട്ടുന്ന പ്രശ്നങ്ങൾ വരുന്നത്. ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ടിപ്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കരളിലോട്ട് രക്തം കൊണ്ടുവന്ന പോർട്ടൽ വെയിനിൽ നിന്നും കരളിൽ നിന്നും രക്തം കൊണ്ടുവന്ന ഹെപ്പാറ്റിക് വെയിനിലെ ഇൻഫീരിയർ വെയിനെ കേവയിലോട്ട് ഒരു കണക്ഷൻ, ഒരു സ്റ്റെൻഡ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിലേക്കൂടെ ബ്ലഡിനെ ബൈപ്പാസ് ചെയ്ത്, കരളിനെ ബൈപ്പാസ് ചെയ്ത് പോകാനുള്ളൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ വയറിൽ നീര് കിട്ടുന്ന പ്രശ്നങ്ങൾ, ചോര ഛർദ്ദിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നു. ഇത് ലിവർ ട്രാൻസ്പ്ലാന്റ്, ഇപ്പം ചിലപ്പോൾ ഒരാൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ പറയുമ്പോൾ പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് പറ്റുന്നൊരു സാഹചര്യം കൊണ്ടെന്ന് വരാം. അപ്പോൾ അതുവരെയുള്ള ബ്രിഡ്ജായി ഈ ടിപ്സ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ മാറുന്നു. പിന്നെ അതുപോലെ തന്നെ കരൾ സിറോസിസിലുള്ള ഒരു മേജർ റിസ്ക് കരളിലെ ക്യാൻസറുകൾ ഉണ്ടാകുന്നു. 10% കരൾ ക്യാൻസറുകൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം കരൾ ക്യാൻസറുകൾക്കൊക്കെ ബാക്കിയുള്ള ശരീരത്തിൽ ഏത് ഭാഗത്തോ ക്യാൻസർ പോലെയും മുറിച്ച് മാറ്റിയതെന്ന് വളരെ പ്രാക്ടിക്കലല്ല. കാരണം ഈ പോർട്ടൽ പ്രഷർ എന്ന് പറഞ്ഞ സാധനം കൂടിയിരിക്കുന്ന കരൾ മുറിക്കാനും അത് മുറിച്ച് മാറ്റാനും വളരെ ബുദ്ധിമുട്ടാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ മറ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. കരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്, അത് മൈക്രോവേവ് അബലേഷൻ, റേഡിയോ ഫ്രീക്വൻസി അബലേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ടെയ്സ് എന്നൊക്കെ പറഞ്ഞ ചില പ്രൊസീജിയറുണ്ട്. ഇതിലൊക്കെ കൂടെ ഈ ക്യാൻസറുകളുടെ വളർച്ച ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ക്യാൻസറിനെ പൂർണ്ണമായി തന്നെ നശിപ്പിക്കാനോ പറ്റും. അപ്പം അങ്ങനെ മറ്റ് പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും അവൈലബിൾ ആണ്, ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാത്തത് തന്നെ. ഈ മദ്യപാനത്തിൻ്റെ കേസിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, മദ്യപാനികളെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ അനുഭവിക്കുന്ന അവരുടെ ഉറ്റവരാണ്, അവരുടെ ബന്ധുക്കളൊക്കെയാണ്. അപ്പോൾ ആ കേസിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? 3 രീതിയിൽ മദ്യപാനം ഒരാളെ എഫക്റ്റ് ചെയ്യും. ഒന്ന്, അയാളുടെ ഹെൽത്തിന്. 2, അയാളുടെ ചുറ്റുമുള്ള അയാളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി നമുക്കറിയാം, നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഫാമിലി വയലൻസും മറ്റു കാര്യങ്ങളും എല്ലാം. 3, ഇയാൾ കാരണം മറ്റുള്ളവർക്കുണ്ടാകും. ഇപ്പോൾ ഇയാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ. ഫാമിലിയുടെ ഇഷ്യൂസ് നമ്മളിത് പലപ്പോഴും ഈ ഒരു ആംഗിളിലൂടെ മാത്രമേ കാണുള്ളൂ. ഇത്തരത്തിലുള്ള ഇഷ്യൂസിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായ പല കാര്യങ്ങളും കരൾ രോഗികളിൽ നാം കാണാറുണ്ട്.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റേഷൻ പലപ്പോഴും നമുക്ക് ലൈവ് ഡോണർ അല്ലെങ്കിൽ ജീവനുള്ള ആളിൽ നിന്ന് മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാറുള്ളൂ. ഏകദേശം 80% ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡോണേഴ്സ് സ്ത്രീകളാണ്. പുരുഷൻ മദ്യപിക്കുന്നു, സ്ത്രീക്ക് കരളിന് കൊടുക്കേണ്ടി വരുന്നു. അതിനൊരു മേജർ കാരണം പുരുഷന്മാർ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതല്ല. ഒരാൾ ലിവർ ഡോണർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലിവർ ഡിസീസ് ഉണ്ടാവാതിരിക്കണം, അയാൾ മദ്യപിക്കാതിരിക്കണം, അയാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാതിരിക്കണം. പലപ്പോഴും ഡോണറായിട്ട് പറ്റുന്ന ഒരു സ്ത്രീ മാത്രമായിട്ട് വരുന്നൊരു സാഹചര്യം വരാറുണ്ട് 80%. എനിക്ക് ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ്, അയാൾ ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ വന്നു. അത് ഇനീഷ്യലി മരുന്നുകളിലൂടെയൊക്കെ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് സിറോസിസിൻ്റെ ഭാഗമായിട്ടുള്ള ഹെപ്പറ്റോ പൾമണറി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗം, അതായത് ശ്വാസകോശത്തിനെ ഇത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രോഗമാണ്. അതിൻ്റെ ആ രോഗം വന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഇയാളെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. കുടുംബത്തിന് ബുദ്ധിമുട്ടായിരുന്നു, അവർ പല വഴിക്ക് കാശൊക്കെ ഒപ്പിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് തീരുമാനിച്ച് വന്നപ്പോഴേക്കും വൈഫ് ലിവർ നൽകാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ അവരുടെ അവർക്ക് ഫാറ്റി ലിവർ ഇല്ല, അവരൊരു ലീനായിട്ടുള്ള ലേഡിയാണ്, മറ്റ് അസുഖങ്ങളൊന്നുമില്ല. എന്നാൽ അവരുടെ ലിവറിന് ആവശ്യത്തിനുള്ള വോളിയമില്ല. ഇപ്പം ലിവർ ഡോണറിന് ആവശ്യത്തിനുള്ള വോളിയവും വേണം. ഫാറ്റി ലിവറും ലിവർ ഡിസീസും ഉണ്ടായിരുന്ന മാത്രം പോരാ, ആവശ്യത്തിനുള്ള ഡോണറും ആവശ്യത്തിനുള്ള വോളിയവും വേണം. അത് വന്നപ്പോഴേ അവർക്ക് വീണ്ടും ഒരു ബോട്ടിലിനെ വേറെ കൊടുക്കാൻ വേറെ പുരുഷന്മാരാരും ഇല്ല, വേറെ സ്ത്രീകളാരുമില്ല. അപ്പോൾ അവരുടെ ഒരു 17 വയസ്സുള്ള മകൾ മുന്നോട്ട് വന്നു. ആ കുട്ടിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. മാത്രമല്ല 17 വയസ്സെന്ന് പറയുമ്പോഴേക്കും ലിവർ ഡൊണേഷന് നമുക്ക് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിയുടെ ഫാദറിനെ രക്ഷിക്കാൻ ഇത് കൊടുത്തെന്നുള്ള അതേ ഒരു തീരുമാനത്തിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അവർ കോടതിയിലൊരു റിക്വസ്റ്റ് ആയിപ്പോയി ഇവർക്ക് കൺസെൻറ്റ് ചെയ്യാനുള്ള സമ്മതം കൊടുക്കാനും. അപ്പോൾ കോടതിയിൽ ആ കേസ് കുറച്ച് നാൾ ഇങ്ങനെ നീളുന്ന സമയത്ത് ഇയാളുടെ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഈ കുട്ടി മെലിഞ്ഞ് ഡയറ്റ് എടുത്ത് ഫാറ്റി ലിവർ ഇല്ലാതായി. അയാൾ 18 വയസ്സായതും അയാൾ ലിവർ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കുടുംബത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ആൽക്കഹോളിക് സിറോസിസ് ഉണ്ടാകുന്നത് പറഞ്ഞത് വളരെ ഫാസിനേറ്റിംഗ് ആണ്. ചിലത് ഇങ്ങനെ അവർക്ക് സന്തോഷമായ കഥകളുമുണ്ട്, അല്ലാതെ വളരെ ദുഃഖകരമായ ഒരുപാട് കഥകളും ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സീറോസിസ് ബാധിച്ച് മരണാസന്നമായിട്ടുള്ള രോഗികൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ. മദ്യപാനം മൂലം ഉണ്ടാകുന്ന മരണത്തിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് പ്രൊസീജിയർ എന്താണ്? യൂഷ്വലി അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണ്? മദ്യപാനം മൂലമുള്ള മരണം എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം പുള്ളി ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും മരിക്കാം. മിക്കവാറും സിറോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങളായിരിക്കും. ഇതിൻ്റെ സോഷ്യൽ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ഒരാൾ ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ സിറോസിസ് ആയിട്ട് അയാളെ ചികിത്സിക്കുമ്പോൾ അയാളുടെ ബന്ധുക്കൾ നൽകുന്ന സപ്പോർട്ടും ഒരു ആൽക്കഹോളിക് രോഗിക്ക് നൽകുന്ന സപ്പോർട്ടും വളരെ വ്യത്യസ്തമാണ്. അതായത് ഒരു നോൺ സിറോട്ടിക് ആയിട്ടുള്ള ഒരാൾ രോഗാസന്നതയിൽ കൂടുന്ന അവസ്ഥയിലോട്ട് പോകുമ്പോൾ അവർക്കിപ്പോൾ വെന്റിലേറ്റർ വേണമെന്നോ ഡയാലിസിസ് വേണമെന്നോ ഒക്കെ പറയുമ്പോൾ അവരുടെ ബന്ധുക്കൾ 2 കൈയും നീട്ടി അത് സ്വീകരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അതിന് വേണ്ടിയുള്ള കാശുണ്ടാക്കുക, എല്ലാ രീതിയിലും എല്ലാവരും സഹകരിക്കും. എന്നാൽ ഒരു ആൽക്കഹോളിക് രോഗിക്ക് വേണ്ടിയാകുമ്പോൾ ഇമ്മീഡിയറ്റ് ബന്ധുക്കൾ പോലും ട്രീറ്റ്മെൻറ്റിന് മടിക്കാറുണ്ട്. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ അനുഭവം അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ഒരാൾ അയാൾ പോകാൻ പോകുന്ന പാത വളരെ ദുഷ്കരവും ബുദ്ധിമുട്ടുള്ളതും ആയിരിക്കും. മൂർച്ഛിച്ച കരൾ രോഗമായിട്ട് വരുന്ന ആളുകളോട് ഡോക്ടർ എപ്പോഴെങ്കിലും ഇനി ഒരു തുള്ളി പോലും മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ മദ്യപിച്ചിട്ട് അതറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വ്യക്തിപരമായ പരിചയത്തിൽ ഞാൻ ആക്ച്വലി ഒരാൾ മദ്യപിച്ച് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസോ സിറോസോ ആയിട്ട് വരുമ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം ചോദിക്കും. നിങ്ങൾക്ക് മദ്യപാനം നിർത്താൻ വേണ്ടി ഞാനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കാണിക്കട്ടെ? അപ്പോൾ ചിലർ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കും. അവർ പറയും ശരി ഞാൻ കാണാമെന്ന് പറയും. അങ്ങനെയുള്ളവർ മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മോട്ടിവേറ്റഡ് ആണ്, അവർ പോയി കാണും, അവരുടെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും, അവർ ഇതിൻ്റെ ക്രേവിങ് ഒഴിവാകും, അവർ മദ്യപാനം നിർത്തും. എന്നാൽ ചിലരുണ്ട്, അവർ പറയും എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നിർത്താൻ അറിയാം ഡോക്ടറെ, ഞാൻ സ്ഥിരം എനിക്ക് നിർത്താൻ അറിയാം. ഈ സ്ഥിരം നിർത്തുന്ന ആൾക്കാരാണ് കുഴപ്പം. അവർ സ്ഥിരം നിർത്തുന്ന പല പ്രാവശ്യം ആൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവർ പല പ്രാവശ്യം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആളുകളാണ് എനിക്ക് തീരെ വിശ്വാസമില്ലാത്തവർ എൻ്റെ വ്യക്തിപരമായ പ്രൊഫഷണൽ ജീവിതത്തിലുള്ള. അപ്പോൾ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ലിവറിനുണ്ടാകുന്ന റീഇൻഫോഴ്സ്മെന്റ് മാറ്റങ്ങളൊക്കെ എങ്ങനെ? വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് മദ്യപാനം നിർത്തി കഴിയുമ്പോഴുണ്ടാകുന്നത്. ഈ അത് ബേസിക്കലി ഏത് സ്റ്റേജിൽ നിന്ന് ലിവർ ഈ മദ്യപാനം നിർത്തുന്നു എന്നുള്ളതാണ് പ്രൈമറി ഫാക്ടർ. എങ്കിൽ പോലും കരൾ സിറോസിസ് വരുന്നതിന് മുമ്പ് നിർത്തുന്ന ആൾക്കാരുടെ കരൾ രോഗം പൂർണ്ണമായും നോർമൽ കരളായി തന്നെ മാറാൻ 3 മുതൽ 6 മാസം സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ആളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, അതായത് സിറോസ് ആവുന്നതിന് മുമ്പുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ പലതും 1-2 ആഴ്ച കൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് പോലത്തെ രോഗങ്ങൾ പോലും ഒരു 3 മാസം കൊണ്ട് ഒരു
ബേസ് ലൈൻ നോർമൽ ലിവർ ഫംഗ്ഷനിലോട്ട് പോകുന്നു. അതായത് ചിലർക്കൊക്കെ നിർത്തുന്ന സമയത്ത് ബിലിറൂബിൻ 15 or 20 ഒക്കെ ഉണ്ടായിരുന്നൊക്കെ 3 മാസം കൊണ്ട് വളരെ നോർമൽ ബിലിറൂബിൻ ലെവലിലോട്ടും വളരെ നോർമൽ ലിവർ ഫംഗ്ഷൻ ലെവലിലോട്ടും പോകും. ഇനി സിറോസിസ് ഉള്ള രോഗിയാവട്ടെ, സിറോസിസ് ഉള്ള രോഗി തന്നെയും മദ്യപാനം നിർത്തി കഴിയുമ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ നിർത്തുന്നവർക്ക് സിറോസിൻ്റെ ഏർലി സ്റ്റേജിൽ നിർത്തുന്നവർക്ക് സിറോസിസിൽ നിന്ന് തന്നെ ഒരു റിവേഴ്സൽ ഉണ്ടാവാം എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മദ്യപാനം സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. ഞങ്ങളുടെ എല്ലാ ഗൈഡ് ലൈൻസിലും മദ്യപാനം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രോഗത്തിൻ്റെയും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് പറയുന്നത് സ്റ്റോപ്പ് ആൽക്കഹോൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്, ഒരുപാട് മിത്തുകൾക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.